ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഇന്നലെ സീൽ ചെയ്ത കവറിൽ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. 15 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്നതിൽ വ്യക്തത വരുന്നത് കേസ് അന്വേഷണത്തിൽ നിർണായകമാകും. പാളികളുടെ കാലപ്പഴക്കവും അതിലെ സ്വർണത്തിന്റെ അളവുമാണ് പരിശോധിച്ചത്. കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. ഉണ്ണിക്കണ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അദ്ദേഹം അറസ്റ്റിലായിട്ട് ഇപ്പോൾ 90 ദിവസം പിന്നിട്ടിട്ടുണ്ട്. സാരംഗ് സുധാകരൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനമാണ്. കേസിൽ ഒരു നല്ല തെളിവായി മാറുന്ന ഒന്നാണ്. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം KP ശങ്കർദാസിൻ്റെ കാര്യം കൂടി. രഞ്ജിത്ത്, ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ചോദ്യമായിരുന്നു എത്ര സ്വർണം ഇവിടെ നിന്നും മോഷണം പോയി അല്ലെ കൊള്ള നടത്തി എന്ന കാര്യത്തിലുള്ളൊരു ചോദ്യം. അതായത് ഈ ഒരു പ്രതിപക്ഷമായിക്കോട്ടെ മറ്റ് മുന്നണികളായിക്കോട്ടെ പലതരത്തിലുള്ള കണക്കുകളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതായത് ഇതിൽ എത്ര സ്വർണം, എത്ര വർഷം കൊണ്ട് എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിലടക്കം ഒരു ഉത്തരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയില്ല. അതിൽ ശാസ്ത്രീയ പരിശോധനയുടെ ഒരു ആവശ്യം നിലനിന്നിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ VSSCയിലേക്ക് ഈ ഒരു സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും അതിൻ്റെ പരിശോധനാ ഫലമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക. എന്നാൽ മാത്രമേ, അതായത് ഈ ഒരു കാലപ്പഴക്കവും ഒപ്പം എത്രത്തോളം സ്വർണം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വന്നാൽ മാത്രമേ ആ സ്വർണം കണ്ടെത്തുന്നതിലും മാത്രമല്ല ഈ ഒരു ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയ സ്വർണം എന്നിവയിൽ നിന്നുള്ളൊരു അതായത് സ്വർണം എത്രത്തോളം കണ്ടെത്തിയിട്ടുണ്ട്, മാത്രമല്ല ഈ ഒരു തൊണ്ടി മുതൽ വലിയൊരു വെല്ലുവിളി നിലനിൽക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതാണ്. കാരണം ഒരു കേസിലെ പ്രമുഖരെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ എല്ലാം അറസ്റ്റ് ചെയ്താലും ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ എത്രത്തോളം, അതായത് കോടതിയിൽ കേസ് വരുമ്പോൾ അത് വളരെ വലിയ നിർണായകവുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം അതിൽ ഈ ഒരു മാറ്റി വെച്ചിട്ടുണ്ടോ, അതായത് തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ശാസ്ത്രീയ പരിശോധന വലിയ നിർണായകമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക. മാത്രമല്ല 19-ാം തീയതി വരുന്ന 19-ന് ഈ ഒരു അന്വേഷണ പുരോഗതി അടക്കം കോടതിയെ വീണ്ടും ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വിജയകുമാർ ആയിക്കോട്ടെ, ഒപ്പം തന്നെയുള്ള മറ്റുള്ളവരുടെയും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലെ വിശദീകരണം ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പങ്കുവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ശങ്കർദാസിൻ്റെ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ശങ്കർദാസിനെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം കൂടി വിലയിരുത്തും. അത് പ്രത്യേക അന്വേഷണ സംഘം ഒരു മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനമടക്കം വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക. മാത്രമല്ല ഈ ഒരു കൂടുതൽ, അതായത് രേഖകളിലെ അടക്കം പരിശോധനകൾ നടത്തിയതിന് ശേഷമായിരിക്കും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ഒരു ശാസ്ത്രീയമായ പരിശോധന ഫലം അടക്കം താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതടക്കം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇനി 19-ാം തീയതി വരുന്ന ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ പുരോഗതി കോടതിയെ ധരിപ്പിക്കുക. കഴിഞ്ഞ 2 തവണയും ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം പോകാത്തതിൽ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ വേണ്ടി ആശുപത്രിയിലെത്തിയായിരുന്നു ശങ്കർദാസിനെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിജയകുമാറിനെ അതിനു മുൻപും അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ളൊരു ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിനൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും ഒപ്പം തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.